ഒരു നല്ല ആഹാരം കാണാൻ ഭംഗിയുള്ളതായിരിക്കണം. സ്നേഹത്തോടുകൂടി വേണം അത് ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാക്കുന്ന ആഹാരത്തിന് രുചി കൂടും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി പനീറാണ്. ഒരു ഹോട്ടൽ സ്റ്റൈൽ ചില്ലി പനീർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. കുട്ടികൾക്കും അതോടൊപ്പം മുതിർന്നവർക്കും ഏറെ ഇഷ്ടമുള്ള ഒരാഹാരമാണ് പനീർ. അനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ് ചില്ലി പനീർ. ചൈനീസ് ഫുഡ് നോർമലി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, കുട്ടികൾക്ക് ഇഷ്ടമാണ്, എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് ചൈനീസ് ഫുഡ്. കാര്യം അതിനൊരു ചെറിയ ഒരു മധുരവും ഒരു പുളിയും ഒരു ചെറിയ ഉപ്പും ആ സോസിൻ്റെ ഇതും എല്ലാം കൂടെ വരുമ്പോൾ എല്ലാവർക്കും അത് വളരെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, ഞാൻ സാധാരണയായിട്ട് വാങ്ങിക്കുന്നത് അമൂലിൻ ആ പനീറാണ്. അത് ഒരു പാക്കറ്റ് മതിയാകും. അപ്പം ഞാൻ ഒരു പാക്കറ്റ് പനീർ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പനീറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കോണാണ്. ഇവിടെ ആണെങ്കിൽ 3 സ്പൂണ് കോൺ പൗഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പനീർ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കും. അതിനുശേഷം ഇതിനെ ചില്ലി പനീർ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോൺഫ്ലോർ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് പാത്രത്തിൽ കോൺഫ്ലോർ ഇട്ടു. അതിനുശേഷം ഒരു 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കുറച്ച് മഞ്ഞൾ, ഒന്ന് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെപ്പർ നമ്മൾ അതിൻ്റെ ചേർക്കണം. ഇത്ര ഇളക്കിയാൽ മതി. ഇനി നമ്മൾ പനീർ അതിലേക്ക് ഇടുക. പനീറിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വെക്കണം. പനീർ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കി ഭാഗം ചെയ്യാം. പനീർ വറക്കാൻ പോവുകയാണ്. തവ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് പനീർ, മാരിനേറ്റ് ചെയ്ത പനീർ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു ഭാഗം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കത് കോരിയെടുക്കാം. പനീർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ കോരിയെടുത്ത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചില്ലി പനീറിന് വേണ്ടുന്ന ഗ്രേവി ഇനി നമുക്ക് ഒന്നുണ്ടാക്കി നോക്കാം. പനീർ വറുത്ത എണ്ണയിൽ തന്നെ നമുക്കത് ചെയ്യാം. കുറച്ച് എണ്ണ മതിയാകും. അപ്പോൾ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇളക്കണം. കുറച്ച് ഇഞ്ചി, നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു ചില്ലി, ഒരു ഗ്രീൻ ചില്ലി മതി. അതിന് നമ്മൾ റെഡ് ചില്ലി ഇടുന്നുണ്ട്. ഒരു ഗ്രീൻ ചില്ലി മതി. എരി കുറവുള്ള മുളകാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഇടാം. ഇത് ഒരു ഉള്ളിയാണ്, ഒരു സവാള സ്ക്വയറിൽ അരിഞ്ഞത്, അത് നമ്മൾ ഇട്ട് കൊടുക്കണം.
ഉള്ളി നമുക്ക് ഒത്തിരി മൂപ്പിക്കേണ്ട. ഈ ഒരു പരുവമാകുമ്പം അതിലേക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കമാണ്, ഒരു മീഡിയം ടൈപ്പ് ക്യാപ്സിക്കം ഞാൻ എടുത്തേക്കുന്നത്. അത് ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൽ കുറച്ച് ഉപ്പ്, ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, അത് ഒരു സ്പൂണ്. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊന്ന് ഇളക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഇടാം. നമ്മൾ കുറച്ച് പഞ്ചസാര ഇതിനകത്ത് ഇടുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണ് വിനാഗിരി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ 3 സ്പൂണ് സോയാ സോസ്, ഇത് 2 സ്പൂണ് സോസ്, ഇത് ചില്ലി സോസാണ്. കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വറുത്ത പനീർ ഇട്ടിട്ട് നല്ലതായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ മസാലയൊക്കെ അത് നല്ലതായിട്ടൊന്ന് പിടിക്കും. വലിയ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ ചൂടുവെള്ളം കുറച്ച് കഴിഞ്ഞ് ഒഴിക്കാം. നമ്മളിപ്പോൾ എടുക്കുന്നതൊരു സെമി ഗ്രേവി. 2 സ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി എടുത്തതാണ്. തണുത്ത വെള്ളത്തിലാണ് സാധാരണയായിട്ട് കലക്കുന്നത്. ഇതിനെ നമ്മൾ കറിയിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കണം. ഒരു പരുവം മതിയാവും. ഇതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിട്ടാണ് ചപ്പാത്തി കുഴയ്ക്കുന്നത് എല്ലാവരും പറയുന്നത്. പക്ഷേ ചപ്പാത്തി കുഴയ്ക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കുക. സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇളക്കുകയും ചെയ്യും. ചപ്പാത്തി കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കണം. അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല മൃദുവായിരിക്കും. ചില്ലി പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഉണ്ട്. നമുക്ക് ചപ്പാത്തി കൂട്ടി ചില്ലി പനീർ ഒന്ന് കഴിച്ചു നോക്കാം.
ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേപോലെ ഇരിക്കുന്നു. അതേ കളറും അതേ മണവും എല്ലാം ഉണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. ആദ്യം ഇത് ഒറ്റയ്ക്കൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അനുസ് കിച്ചൺ.